ബാക്കും പുറകെ കൂടെ അങ്ങ് അപ്പുറത്ത് വഴിയുണ്ട്. ഇതിൽ
of this occasion, graduation ceremony and prize distribution. We have to start. Everyone, please take your seat. Please take your seat. Good morning, everyone. Welcome to today's event. Please take your seat. Hello. Look at this. The stage looks beautiful today. Balloons
ആത്മവിശ്വാസം, സഹജീവികളോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള പ്രതികരണം ഇവയൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു അവസരം നമ്മുടെ കുട്ടികളുടെ ഫൗണ്ടേഷൻ 1 സ്റ്റേജ് 1 ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അവർ അടുത്തതായിട്ട് കടക്കാനുള്ളത് സ്റ്റേജ് 2ലേക്കാണ് ഫൗണ്ടേഷൻ. അത് 1-2 ക്ലാസ്സുകളിൽ പൂർത്തീകരിക്കുമ്പോൾ ഈ 5 വർഷം, അതായത് പ്ലേ സ്കൂൾ, KG2, then 1-2, അതിലാണ് അവരുടെ ഫൗണ്ടേഷൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നീടുള്ളത് 2 വർഷം പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. അതിനുശേഷം അവർ മിഡിൽ സ്കൂളിലേക്കും പിന്നീട് അവർ സെക്കൻഡറി സ്കൂളുകളിലേക്കും കടക്കുകയാണ്. ഈ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ കുട്ടികളിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെയുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണുന്നതിന് ഒരുപാട് സന്തോഷമാണ്. അതോടുകൂടി ഈ വർഷം നമ്മൾ നഴ്സറി സ്കൂളുകൾ, അതുപോലെ അംഗനവാടികൾ എന്നിവ കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ കുരുന്നുകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പരിപാടികൾ ചില സംഭവങ്ങളോട്, ചില ദിവസങ്ങളോട് അനുബന്ധമായിട്ട് നടത്തപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സമാനതാണ് ചടങ്ങുകളിലൂടെയാണ് ഈ ഒരു വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. Play and grow together. We express our sincere gratitude
ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ താരങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഈ ഗ്രാജുവേഷനിൽ പങ്കെടുക്കുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും. കുട്ടികൾ വളരെ നന്നായിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇവർ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ ചെറുപ്പകാലത്തേക്ക് ഒന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സെമിനാരിയിൽ ചേർന്ന കാലത്ത് സെമിനാരിയിലുള്ള ഒരു നിയമമാണ് റൂൾ ഓഫ് ലാംഗ്വേജ്. എന്ന് വെച്ചാൽ മലയാളം പറയരുത്, ഇംഗ്ലീഷിൽ പറയാവുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും അബദ്ധവശാൽ മലയാളം പറഞ്ഞാൽ അവിടെ പണിഷ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കുണ്ടായിരുന്ന പണിഷ്മെൻറ്റ് ഹെൽമറ്റ് വയ്ക്കലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഹെൽമറ്റ് വെച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കണം, പള്ളിയിലിരിക്കണം. ഭക്ഷണശാലയിൽ എക്സെപ്ഷൻ ഉണ്ട്, കാരണം ഇത് വായിലേക്ക് കയറണമെങ്കിൽ ഗ്ലാസ് മാറ്റിയേ പറ്റൂ, ഹെൽമറ്റ് മാറ്റിയേ പറ്റൂ. അങ്ങനെ ഹെൽമറ്റൊക്കെ ഇട്ട് മലയാളം പറഞ്ഞ അവസ്ഥകളൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ വിട്ടു. അവിടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത്. ഒറീസയുണ്ട്, ജാർഖണ്ഡുണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റുകൾ. നമുക്കറിയാം, നമുക്കൊരു കാര്യം അവരുമായിട്ട് പങ്കുവയ്ക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷേ വർഷത്തിന്റെ അവസാനം അവരെല്ലാവരും മലയാളം പഠിച്ചു, ടീച്ചേഴ്സ് ഉൾപ്പെടെ. കാരണം നമ്മൾ മലയാളികളുടെ പൊതുവായ ഒരു ശീലമാണ്, നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമോ നമ്മൾ അവരുടെ ഭാഷ പഠിക്കാതെ നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കുന്ന ഒരു ശീലം. അങ്ങനെയുള്ള ഒരു ശീലം, ആ ഒരു ശീലത്തിലൂടെ കടന്നുപോയ ഞാനല്ല ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് കാണുമ്പോൾ ഒത്തിരിയേറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. സാധാരണയായിട്ട് സിനിമകളിലൊക്കെ നമ്മൾ കേട്ട് ശീലിച്ച ഒരു ഡയലോഗുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം, ഇനി സമയമില്ല. എനിക്കിവിടെ നിന്ന് പറയാനുള്ളത് മാത്രമാണ്, ഇതാണ് കറക്റ്റ് സമയം. അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കയറാനുണ്ടെങ്കിൽ ഇപ്പൊ കയറണം. കുറച്ചു കഴിഞ്ഞാൽ ഇനി അവരുടെ ഉള്ളിലേക്ക് ചില അറിവുകളെ, ചില മൂല്യങ്ങളെ, ചില ബോധ്യങ്ങളെ കുത്തിമറിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ, ബേസിക് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു ഇംഗ്ലീഷ് കവിത ഇപ്രകാരമാണ്: When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ കുട്ടിയുടെ സ്കൂൾ വഹിക്കുന്ന റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കവിതയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് കുറേയേറെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ എപ്പോഴാണ് നിന്റെ സ്വഭാവം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്പോഴാണ് നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന്റെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവര് ഈ സ്കൂളിൽ നിന്ന് കടന്നുപോയത്. തീർച്ചയായിട്ടും അവരുടെ സ്വഭാവം ധാർമ്മികതയും മൂല്യങ്ങളും കൊണ്ട് സമ്പന്നമായി എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അവർ ചെലവഴിക്കുന്നത് ഇവിടെയാണ്. രാവിലെ 10 മണിയോടുകൂടെ നമ്മൾ സ്കൂളിലേക്ക് വന്നാൽ പിന്നെ ഏകദേശം 4 മണിയോട് കൂടിയിട്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. വീട്ടിൽ വന്നാൽ തന്നെ കുറച്ചു നേരം കളിക്കും, പഠിക്കും, കുട്ടികൾ കിടന്നുറങ്ങും. അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും അവർ ചെലവഴിക്കുന്നത് അവരുടെ സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഇരുന്നുകൊണ്ട് ചില മൂല്യങ്ങൾ, ചില നല്ല ബോധ്യങ്ങൾ, ചില തിരിച്ചറിവുകൾ, നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള ശക്തി മുതലായവയെല്ലാം അവർ ഈ വർഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ഇവിടെ നിന്നും ആർജിച്ചെടുത്തിട്ടുണ്ട്. ആ മൂല്യങ്ങളുമായി എന്നെ മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഗ്രാജുവേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Let us celebrate the success and the happiness of our little graduates. Please give them a big round of applause.
കോൺവൊക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇത്രയും പരിപാടി കഴിഞ്ഞു, ഇനിയുമുണ്ട് കുറച്ച് കലാപരിപാടികൾ. നിങ്ങൾ വന്ന് നിങ്ങളുടെ കുട്ടികളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ സന്തോഷമാണ് സ്കൂളിൻ്റെ സന്തോഷം. നിറഞ്ഞ മനസ്സോടെ തങ്ങൾ എന്തെങ്കിലും പഠിച്ചു എന്ന ആ നിറഞ്ഞ മനസ്സോടെ ഈ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന്, പ്രത്യേകിച്ച് കിൻഡർ ഗാർഡനിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഏവർക്കും അഭിനന്ദനങ്ങൾ. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുവാനും ഈ നാടിനും വീടിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
representative, Mr. Sanal. Welcome, sir. മായ സഹായങ്ങൾ നൽകി കുട്ടികളെ പരിവർപ്പെടുത്തിയെടുത്ത ഈ കിൻഡർ ഗാർഡനിലെ ടീച്ചേഴ്സിനും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും PTA പേരുടെ ആശംസകൾ നേരുന്നു. ഒരു PTA പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളൂ. കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് നല്ല കുട്ടികളെ വളരാൻ അവരെ നിങ്ങൾ സഹായിക്കുക എന്ന ഒരു സന്ദേശം മാത്രമേ എനിക്ക് നൽകാനുള്ളൂ. ഈ ഒരു ഇന്നത്തെ കോൺവോക്കേഷൻ പ്രോഗ്രാമിനും PTA പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
You are in my heart, in my heart. You are always in my heart. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. Thank you, thank you, thank you, everyone. Thank you for all you've done. എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പോൾ കൂടി ഈ സ്റ്റേജിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ തീരുമാനം തെറ്റിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഈ കുട്ടികളെ ഈ സ്റ്റേജിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കിയിട്ടുള്ളത് ഇവിടെ KG സെക്ഷനിലുള്ള സിസ്റ്റർ ഷാൻഡിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകരും അതേപോലെ തന്നെ അവരുടെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്ന അവരുടെ ആന്റിമാരുമാണ്. ഈ ടീമിനെ നല്ല സപ്പോർട്ടോട് കൂടി ഇവിടുത്തെ ഫാദർ അതേപോലെ പ്രിൻസിപ്പാൾ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ലോകത്തേക്കുള്ള ആദ്യത്തെ ഘട്ടമാണെന്ന് ഇവിടെ പൂർത്തിയായത്. അപ്പം അതിനുവേണ്ടി അവരെ പ്രാപ്തരാക്കിയിട്ടുള്ള അക്ഷരങ്ങളും അക്കങ്ങളും മാത്രമല്ല പരസ്പരം സ്നേഹിക്കാനും അതേപോലെ തന്നെ നല്ല നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കാൻ അധ്യാപകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർക്കുള്ള എല്ലാ വിധത്തിലുള്ള ആശംസകളും കടപ്പാടുകളും ഞങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികളോട് പറയാനുള്ളത് ഇവർക്ക് വേണ്ടി ഒരു പുതിയൊരു ലോകം വലിയൊരു ലോകമാണ് കാത്തു നിൽക്കുന്നത്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നത്തിനൊത്ത് പറക്കാനും ഈ കുഞ്ഞു മക്കൾക്ക് സാധിക്കട്ടെ എന്നുള്ളത് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Our KG intern, beloved Sister Shandy, to deliver the vote of thanks. കൂടെയായിരുന്ന് നമ്മുടെ എല്ലാ കർമ്മങ്ങളും കണ്ട് ഇനാഗുറേറ്റ് ചെയ്ത് പോയ വനായച്ച ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ മനസ്സ് നിറയുകയാണ്. മറ്റൊന്നുമല്ല, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ 2 വർഷം മുമ്പ് കരഞ്ഞ് പേടിച്ച് വരച്ച് 50ഓളം പേരൻസ് ഞങ്ങളെ ഏൽപ്പിച്ച ഈ കുഞ്ഞുങ്ങള് ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്ര മനോഹരമായി ഇവര് തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളേക്കാൾ അധികമായിട്ട് തന്നെ അവരുടെ കഴിവിനനുസരിച്ച് അവരിത്രയും ഭംഗിയായി ചെയ്തു. കുട്ടികളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവരുടെ ഒരു പുതിയ ജീവിത കാലത്തിലേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഇന്നത്തെ മീറ്റിംഗിന് അധ്യക്ഷപദം അലങ്കരിച്ച പ്രിൻസിപ്പൽ സാറ്, കറസ്പോണ്ടന്റ് സനീഷ് അച്ഛൻ, ഇനാഗുറേഷൻ ചെയ്ത ഓനായി അച്ഛൻ, ഇവരൊക്കെ ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയും വേണ്ട പ്രോത്സാഹനങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഒറ്റ വാക്കില് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ 50 കുട്ടികളുടെ പേരൻസിനോടാണ്. നിങ്ങൾ ഈ സെന്റ് ആൻസ് സ്കൂളിനോട് കാണിച്ച ആത്മാർത്ഥമായ സ്നേഹത്തിന്, പ്രോത്സാഹനത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 2 വർഷക്കാലങ്ങളിലും പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി വേണ്ട തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും തന്ന് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് എപ്പോൾ ഏതൊരാവശ്യത്തിനും കൂടെയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം
നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന്, പൈസയുടെ കാര്യത്തിൽ പോലും എല്ലാ കാര്യത്തിലും വളരെ ഭംഗിയായി ഞങ്ങളെ സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓരോരുത്തർക്കും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായാലും അവർ പറഞ്ഞു ഞങ്ങൾ പഠിച്ച പാഠങ്ങളൊന്നും മറന്നു പോവുകയില്ല. അക്ഷരങ്ങളും വാക്കുകളും പാട്ടുകളും ചിരിയും ഒക്കെ നല്ലത് തന്നെ. നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരോടും വലിയ പരിഭവങ്ങളൊന്നും പറയാതെ, എവിടെയായാലും ലോകത്തിന്റെ നാനാഭാഗത്തിലായാലും നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുട്ടികളുടെ പ്രതിനിധിയായി ഷീബ ടീച്ചർ വളരെ നന്നായിട്ട് സംസാരിച്ചു. എല്ലാ പേരൻസിൻ്റെയും വിചാരങ്ങളാണെന്ന് മനസ്സിലാകുന്നു. ടീച്ചറിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, സ്വപ്നങ്ങൾ കണ്ട് പുതിയ ലോകത്തിന്റെ ഒഴുക്കിനത്ത് ചാഞ്ചാടാതെ ഇവിടെ നിന്ന് പഠിച്ച പാഠങ്ങളും മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനങ്ങളുമൊക്കെ കൈമുതലാക്കി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് കൂടി എൻ്റെ പ്രിയപ്പെട്ട ഈ സ്റ്റേജിൽ ഇവിടെ നിന്ന് കുട്ടികൾ ഇത്രയും ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നോട് കൂടിയായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സാണ്. ആരെയും പേര് പറയുന്നില്ല. എല്ലാവരും ഒരു മാസക്കാലം ഇവിടെ നിന്ന് കഷ്ടപ്പെടുകയായിരുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇന്നിവിടുത്തെ ഡിസിപ്ലിൻ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഇവിടുത്തെ മാസ്റ്റർ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സഹകരിച്ച ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്, നോൺ ടീച്ചേഴ്സ് സ്റ്റാഫ് എല്ലാവരുടെയും, ചെറുതിൽ മുതൽ വലിയവർ വരെ എല്ലാവരുടെയുമുള്ള സഹകരണങ്ങളിലാണ് ഇന്നത്തെ പരിപാടി ഇത്ര മനോഹരമാക്കുന്നത്. എല്ലാവർക്കും നന്ദി. അംഗൻവാടിയിൽ നിന്ന് ഞങ്ങളുടെ ക്ഷേമം സ്വീകരിച്ചു വന്ന എല്ലാ പേരൻസിനും അവരുടെ കുഞ്ഞുങ്ങൾക്കും നന്ദി. എല്ലാവർക്കും ഫുഡുണ്ട്. പ്രിയപ്പെട്ട പേരൻസ് കുട്ടികളോടൊപ്പം ഈ സ്റ്റേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട് തന്നെ കയറുക. നിങ്ങൾക്ക് ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്നാക്സ് ബോക്സ് ആണ്, അത് തന്നെ കുട്ടിക്കൊണ്ട് പോകുക. UKG-ക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. LKG-ക്കാരുടെ പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 3:30 വരെയുടെ സൗകര്യമുണ്ട്. കുട്ടികളുടെ ബസ്സിൻ്റെ സൗകര്യം 3:45 അപ്പോൾ വിടുന്നതായിരിക്കും. നന്ദി.